ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ശിരൂരിൽ അർജുൻ്റെ റെസ്ക്യൂവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാൻ എനിക്കൊരു കാര്യമേ ഉള്ളൂ. അത് ലൈക്ക് എന്ന് പറയുന്നത് 500 നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ എന്തായാലും ആദ്യത്തെ 2 ദിവസത്തെ റെസ്ക്യൂ പൂർത്തിയായിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു പകുതി ദിവസം എടുത്തുള്ളൂ. പിന്നെ ഒരു ഫുൾ ടൈം, അതായത് ഒരു 1.5 ദിവസത്തെ റെസ്ക്യൂ എന്ന് തന്നെ നമുക്ക് പറയാം. നാളെ സ്വാതന്ത്ര്യ ദിനമാണ്, അതുകൊണ്ട് എന്തായാലും നല്ല തെരച്ചിലുണ്ടാകില്ല. അങ്ങനെ നിർത്തി വെക്കണമായിരുന്നു ചോദിച്ചാൽ ഞാൻ വേണ്ടെന്നേ പറയത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഇത് തുടരണമായിരുന്നു. എന്തായാലും വെള്ളിയാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റിൽ ആ ഒരു ഡ്രഡ്ജർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഈശ്വർ മാൽപ്പയും അതുപോലെ തന്നെ നേവിയുടെ കുറച്ച് സംഘങ്ങളും അവരൊക്കെ തന്നെ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ഈ ഒരു ഡ്രഡ്ജർ വരിക എന്ന് പറയുന്നത് ഏതാണ്ട് തിങ്കളാഴ്ചയായിരിക്കും. ആ ഒരു ഡ്രഡ്ജർ ഏതാണ്ട് 50 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മുടെ കർണാടക സർക്കാർ കൊണ്ടുവരുന്നത് എന്ന് തന്നെ പറയണം. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് ലോഹഭാഗങ്ങളും മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അതൊരു ശുഭസൂചന തന്നെയാണ്. പിന്നെ ഇന്ധനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും, അതായത് കുറച്ച് ഭാഗം എവിടേക്കോ കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്. സോ അതെന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടെത്തിയത് ലോറി നോട്ടീസ് ചെയ്യാനും മറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പം നൽകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും ഡ്രഡ്ജർ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അവസ്ഥ പഴയതുപോലെ തന്നെയായിരിക്കും. ഒരു ഫോർമാലിറ്റിക്കായിരിക്കും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഈശ്വർ മാൽപ്പയും സംഘവും നേവിയൊക്കെ ആ ഒരു തെരച്ചിൽ നടത്താൻ പോവുക എന്നാണ് എനിക്ക് തോന്നുന്നത്.